الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين أعوذ بالله من الشيطان الرجيم ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. സ്റ്റേജിലും സദസ്സിലുമുള്ള ആദരണീയരായ കാരണവന്മാരെ, പണ്ഡിതന്മാരെ, സഹപ്രവർത്തകരെ, സഹോദര സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് വാക്കിലും പ്രവൃത്തിയിലും പ്രസ്ഥാന പ്രവർത്തനങ്ങളിലുമൊക്കെ നാം ഗൗരവതരമായ സൂക്ഷ്മത പുലർത്തണമെന്ന് ആദ്യമായി എല്ലാവരോടും ഉപദേശിക്കുകയാണ്. അധ്യക്ഷ ഭാഷണത്തിൽ ഹംസക്കുട്ടി സലഫി പ്രാദേശികമായ കുറേ പ്രയാസങ്ങളും വേദനകളും നേരിട്ടു തന്നെ നാട്ടുകാരുമായി സംവദിക്കുകയായിരുന്നു. ഇതുപോലെയുള്ള കൊച്ചു യോഗങ്ങളിൽ പല പ്രദേശത്തും പങ്കെടുക്കാൻ അവസരം കിട്ടുന്നിടത്തു നിന്നൊക്കെ കുറച്ചു കാലമായി അങ്ങനെയുള്ള പരിവേദനങ്ങളും പ്രയാസങ്ങളും ദുഃഖസങ്കടങ്ങളും നിരപരാധിത്വം വേട്ടയാടപ്പെടുന്ന അവസ്ഥകളൊക്കെ ഇപ്പോൾ നമുക്കിടയിൽ തന്നെ കേട്ടു തുടങ്ങുന്നുണ്ട്. ഒരു കൂട്ടായ്മയിൽ പല സ്വഭാവക്കാരും പല മനോഭാവമുള്ളവരുമൊക്കെ ജീവിക്കുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകാവുന്നതാണ് അനൈക്യങ്ങളും അസ്വാരസ്യങ്ങളും ഒക്കെ. എന്നാലും വേദനകൾ അധ്വാനിച്ചവർക്കും പ്രവർത്തിക്കുന്നവർക്കും പ്രത്യേകിച്ചും നിരപരാധികൾക്കും ഉണ്ടാകും. ആ വേദനകൾ സ്വന്തത്തിൽ കടിച്ചിറക്കുന്നതിന് പുറമെ ചില ആളുകൾക്കത് പരസ്യമായി നാട്ടുകാരോട് പറയേണ്ടി വരും. അത്രമാത്രം പറഞ്ഞു തീർക്കാനെങ്കിലും പറഞ്ഞിട്ടെങ്കിലും ആ വേദനയുടെ നീറ്റലുകൾ തീർന്നാൽ അത്രയും ആശ്വാസമായല്ലോ എന്നായിരിക്കും അവരൊക്കെ അനുഭവിക്കുന്നതും തോന്നുന്നതും. നമുക്കും അതുപോലെയുള്ള ഒരുപാട് വേദനകളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ ഈ സമൂഹത്തിനോട് വിളിച്ചു പറയാനുണ്ട്. ഏതായിരുന്നാലും എടത്തനാട്ടുകര പോലെയുള്ള ഒരു പ്രദേശം ഏകദേശം 30-35 കൊല്ലം കാലം മുതൽ കുട്ടിക്കാലത്ത് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ എളിയ പ്രവർത്തകരായി
നോട്ടീസ് ഒട്ടിച്ചും പശ കലക്കിയും മൈക്കുകെട്ടിയും സരസിൻ്റെ മുമ്പിൽ ആളെ കൂട്ടാൻ വേണ്ടി ഇരുന്നു കൊടുത്തുമെല്ലാം പ്രവർത്തിച്ചു തുടങ്ങിയ ആ കാലഘട്ടത്തിൽ ഈ പ്രദേശവുമായി എനിക്കും ധാരാളം ബന്ധങ്ങളുണ്ട്. എൻ്റെ നാട്ടുകാരനായ എൻ്റെ അയൽപക്കക്കാരൻ കൂടിയായ ആദരണീയനായ ഈ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക അല്ലെങ്കിൽ ആദ്യകാല പണ്ഡിതന്മാരിൽപ്പെട്ട അബ്ദുറഹ്മാൻ മൗലവി അല്ലാഹുമ്മർഹംഹു, അദ്ദേഹത്തിൻ്റെ രണ്ടാം ജന്മദേശവും കൂടിയാണ് ഇത്. അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മഹ്ജർ ഇജറ വന്ന സ്ഥലമാണ് ഇത്. അതുകൊണ്ട് തന്നെ ആ നിലക്കും ഈ പ്രദേശത്തെ കുറേയൊക്കെ പ്രസ്ഥാനവുമായി ബന്ധമുള്ള കാരണവന്മാരെയും പ്രസ്ഥാനത്തിനു വേണ്ടി അധ്വാനിക്കുന്ന ആളുകളെയുമൊക്കെ ഒരു നിത്യപരിചയമല്ലെങ്കിലും കുറേ പരിചയങ്ങളുണ്ട്. എൻ്റെയൊക്കെ അനുഭവത്തിൽ ആ വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന 10-35-40 വർഷങ്ങൾക്കൊക്കെ മുമ്പുണ്ടായിരുന്ന ഈ പ്രസ്ഥാനത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ മുന്നോട്ട് വന്നിരുന്ന, നമുക്കൊക്കെ പ്രചോദനം നൽകിയിരുന്ന ആളുകളൊക്കെ ഇപ്പോഴും ഈ സ്റ്റേജിലും അതിൻ്റെ താഴെയും ആരോഗ്യമുള്ളവരെയൊക്കെ ഞാൻ കാണുന്നുണ്ട്. പലരെയും, കുറേ ആളുകളെ കാണാത്തത് മരിച്ചുപോയവരുണ്ടായിരിക്കാം, അനാരോഗ്യത്തോടുകൂടി വീട്ടിലിരിക്കുന്നവരുണ്ടായിരിക്കാം. ഏതായിരുന്നാലും ആദ്യകാല പ്രവർത്തകന്മാർക്കും പഴയകാല കാരണവന്മാർക്കുമെന്നും അവരുടെ പ്രവർത്തനത്തിൻ്റെയും അവരുടെ ആ പലതിലുമുള്ള പ്രചോദനങ്ങളുടെയുമെന്നും ആവേശം കെട്ടിട്ടില്ല എന്നത് ഈ വേദി കാണുമ്പോഴും സദസ്സ് കാണുമ്പോഴും അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് സന്തോഷം അറിയിക്കുകയാണ്. പ്രസ്ഥാനത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകും, അത് സ്വാഭാവികമാണ്. പഴയ കാലത്തെ ആ ഒരു പൂർണ്ണത ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒരു കാലത്ത് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ എന്തെങ്കിലും പറഞ്ഞാൽ, അവരൊരു ഉപദേശം നൽകിയാൽ സർവത്ര ആദരവോടും സ്നേഹത്തോടും കൂടി അവരെ എതിരേറ്റിയിരുന്ന ആളുകളാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം. ഞാൻ എടത്തനാട്ടുകരയിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒരു മഹാസമ്മേളനമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പന്തലിടണം, ആളുകൾക്കിരിക്കാൻ, ആളുകൾക്ക് തിന്നാൻ ഭക്ഷണം കൊടുക്കണം, അതിനുവേണ്ടി പണം വേണം എന്ന് പറഞ്ഞാൽ റസീറ്റ് ബുക്ക് എവിടെയാണ് എന്ന് ചോദിക്കാതെ, ആരുടെ കയ്യിലാണിത് കൊടുക്കുന്നത് എന്ന് ചോദിക്കാതെ, ഈ എടത്തനാട്ടുകര വിശാലമായ ഈ കുന്നും മലയുമടങ്ങിയ ഈ പ്രദേശത്ത് നിന്ന് ലോഡ് കണക്കിന് മുളയും തേക്കിൻ കഴകും ഓലയും നെല്ലിൻ ചാക്കുകളും പണവും നമ്മുടെ പണ്ഡിതന്മാർ അവിടെ നിന്നെങ്ങാനും കോഴിക്കോട് നിന്ന് ആവശ്യപ്പെട്ടാൽ അങ്ങോട്ട് കൊടുത്തയച്ചിരുന്ന ധർമ്മിഷ്ഠന്മാരായ സമ്പന്നന്മാരുടെയും സാധാരണക്കാരുടെയും നാടാണിത്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ പണ്ഡിതന്മാരും നേതാക്കന്മാരും ഇസ്ലാഹിൻ്റെ പേരിൽ എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അത് കൊടുക്കേണ്ടതുണ്ടെന്നും അത് ആത്മാർത്ഥമാണെന്നും ദീനിനു വേണ്ടിയാണെന്നുമുള്ള വിശ്വാസ്യതയും അവരെ പറ്റിയുള്ള ആത്മാർത്ഥമായ സ്നേഹവുമൊക്കെ ഇവിടെ മാത്രമല്ല കേരളത്തിലൊട്ടുക്ക് ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. ആ കാലഘട്ടം നമുക്ക് നഷ്ടപ്പെട്ടുവോ? ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ അബ്ദുറഹ്മാൻ മൗലവി റഹിമഹുല്ല വളരെ കുറച്ചു മാത്രമാണ് അവിടെ പ്രബോധനത്തിന് അവസരം കിട്ടിയത്. ഒരു ഹിജറ പോരുന്ന പോലെ തന്നെയാണ്
അദ്ദേഹം ഈ നാട്ടിലേക്ക് വരികയും ഇവിടെയുള്ള അൻസ്വാറുകൾ അദ്ദേഹത്തെ സ്വീകരിക്കുകയും ഇവിടെ ഈ മഹല്ലുകളൊക്കെ ഉണ്ടാകുന്നതിന് കൃത്യമായ കാരണക്കാരിൽ ഒരാളാവുകയും ചെയ്തത്. ഇന്നും നമ്മളുടെയൊക്കെ നാട്ടിൽ അതിൻ്റെ പിൽക്കാലത്തും ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങളോട് പറയാറുണ്ടായിരുന്നു, നാട്ടിലെ കാരണവന്മാർ സംഗതി അബ്ദുറഹ്മാൻ മൗലവി ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിലും അദ്ദേഹം തെറ്റ് ചെയ്തത് കൊണ്ടല്ല, അദ്ദേഹം സത്യസന്ധനായിരുന്നു, വിശ്വസ്തനായിരുന്നു, അദ്ദേഹം ഈമാനുള്ള മനുഷ്യനായിരുന്നു, ഖുർആൻ പഠിച്ച മനുഷ്യനായിരുന്നു, ദീനുള്ള മനുഷ്യനായിരുന്നു. പക്ഷെ വഹാബിയായി പോയില്ലേ, അതുകൊണ്ട് നമുക്ക് പറ്റില്ല എന്നതായിരുന്നു നാട്ടുകാരുടെ. പിൽക്കാലത്തും ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ കുറേയൊക്കെ മുതിർന്ന ആളുകൾ അവിടെ വന്നപ്പോഴും ആളുകൾക്ക് ഒരു ആദർശപരമായ, വിശ്വാസപരമായ, വ്യക്തിത്വപരമായ ഒരു ആദരവും ഒരു വിശ്വാസ്യതയും അത് അവിടെയാവട്ടെ ഏത് പ്രദേശങ്ങളിലാവട്ടെ മുജാഹിദുകളെ പറ്റി ഉണ്ടായിരുന്നു. അവർ സത്യം പറയുന്നവരാണ്, അവർ നേരെ ചൊവ്വെ ജീവിക്കുന്നവരാണ് എന്നുള്ള ഒരു വിശ്വാസം. ആ വിശ്വാസം പൊതുവെ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരു പഴിച്ചുപോയ ആളുകൾ ആ കാക്കക്കാരണവന്മാരുടെ പാരമ്പര്യത്തിൽ നിന്ന് പഴിച്ചുപോയി എന്ന ആ ഒരു തെറ്റ് എന്ന് പറഞ്ഞാൽ നേർച്ചയും വഴിപാടുകളും ബദരീങ്ങളെ നേർച്ചയും ഓമാനൂരും ഉത്സവവും അതുപോലെ കുത്തുറാത്തീബും അദ്ദാദും മൗലൂദും ഒന്നും ഓതാറില്ലാത്തത് കൊണ്ട് കാക്കക്കാരണവന്മാരിൽ നിന്ന് പഴിച്ചുപോയി എന്നതൊഴിച്ചാൽ ഒരു ആദരിക്കപ്പെടുന്ന സത്യസന്ധതയുടെ വ്യക്തിത്വം അവർക്കൊക്കെ ഉണ്ടായിരുന്നു. മുജാഹിദുകൾ എന്ന് പറഞ്ഞാൽ കാര്യം എന്തൊക്കെയാണെങ്കിലും അവർക്കൊരു വിശ്വാസവും ആദർശവും അവർക്കൊരു യക്കീനുറപ്പും എന്ന് ഒരു മലപ്പുറത്തുകാർ പറയുന്ന ഒരു യക്കീനുറപ്പുമുള്ള ഒരു വിഭാഗമാണ് അവർ എന്നുള്ള ഒരു ധാരണ മുജാഹിദ് പ്രസ്ഥാനത്തെ പറ്റി ഉണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ? വെറും കേവലം അങ്ങാടി രാഷ്ട്രീയത്തിൽ എന്ന പോലെ കാലുവാരലും അങ്ങോട്ട് ചാടലും ഇങ്ങോട്ട് പുറത്താക്കലും അങ്ങോട്ട് തള്ളലും ദുരാരോപണങ്ങൾ പറയലും അങ്ങനെയൊക്കെയായി ഇതൊരു പാർട്ടി സ്വഭാവത്തിലേക്ക് മാറിയിട്ടുണ്ടോ? ഈ ആദർശ പ്രസ്ഥാനത്തെപ്പറ്റി, ഈ തൗഹീദി സംഘത്തെപ്പറ്റി വിശ്വാസ്യത സമൂഹത്തിന് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് ഈ വിശ്വാസ്യത നഷ്ടപ്പെടുന്നു? എന്തുകൊണ്ട് ജനങ്ങൾ ഈ പ്രസ്ഥാനം ഇവിടെ വളർന്നത്? മുജാഹിദ് പ്രസ്ഥാനം ഈ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലമായി ഇവിടെ വളർന്നു വന്നതിൻ്റെ പിന്നിൽ അതിൻ്റെ സാമ്പത്തിക ശേഷിയോ അതിൻ്റെ രാഷ്ട്രീയ സ്വാധീനമോ അല്ലെങ്കിൽ അതിൻ്റെ ആൾബലമോ അതിനുള്ള സംഘടനാപരമായ അതിൻ്റെ സ്ഥാപനത്തിൻ്റെ ബാഹുല്യമോ ഒന്നുമായിരുന്നില്ല. നേരെ മറിച്ച് അത് ജനങ്ങളോട് പറഞ്ഞിരുന്ന ആ സത്യത്തിൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ, ആ ജനങ്ങളോട് പറഞ്ഞിരുന്ന ഖുർആനിൻ്റെ തെളിഞ്ഞ സ്വച്ഛന്തമായ ആദർശത്തിൻ്റെ ആ തെളിമ മനുഷ്യന്റെ മനസ്സിലേക്ക് നേരിട്ട് അങ്ങോട്ട് എത്തിയപ്പോൾ ഇത് സത്യമാണ് എന്നതുകൊണ്ട് അവർ ന്യൂനപക്ഷമാണെങ്കിലും അവർ അത്രയൊന്നും പ്രഗത്ഭരും ശക്തിയുള്ളവരും രാഷ്ട്രീയ സ്വാധീനമില്ലാത്തവരാണെങ്കിലും ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ശബ്ദം അത് സത്യമാണ്, നേരാണ്, അതിനൊരു ഉറപ്പുണ്ട്, അതിന് പിൻബലമുണ്ട്, അതിന് പ്രമാണമുണ്ട്. ആ പ്രമാണത്തിൽ നിന്ന് വ്യതിചലിക്കാൻ അവർക്കും നമുക്കും സാധ്യമല്ല. കാരണം അത് അള്ളാഹു ഇറക്കി തന്ന പ്രമാണമുണ്ട്. എന്നിങ്ങനെയുള്ള ഒരു പ്രമാണത്തിന്റെ പിന്തുണയും ശക്തിയും ധൈര്യവും അതുകൊണ്ടാണ് ഈ ഒരു നൂറ്റാണ്ട് കാലത്തിനിടക്ക് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ എത്രയെത്ര മഹല്ലുകളുണ്ടായി, എത്രയെത്ര സംവിധാനങ്ങളുണ്ടായി, അങ്ങനെ വളർന്നു വന്നത്. ആ ഒരു വിശുദ്ധി, ആ ഒരു പ്രമാണത്തിന്റെ ഫലം, അതിൽ നിന്ന് നമ്മൾ മാറി കേവലം സംഘടനാപരമായ ഒരു വടംവലിയിലേക്ക് മാറിപ്പോകുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് നമ്മളെയെല്ലാം നശിപ്പിക്കുമെന്ന് നമ്മളൊക്കെ കൂടി ചിന്തിക്കണം.
എന്തൊക്കെയായിരുന്നാലും സുന്നികളെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണെങ്കിലും ആദർശപരമായി വേറിട്ട് നിൽക്കുന്ന ഒരു വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ വേറൊരു വിഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമി ആദർശപരമായി നമ്മൾ പലപ്പോഴും പലതിലും കൂട്ടും ഒന്നിച്ചും ചേരുന്ന ഒരു സാമൂഹിക ഒരു ഒരു ബന്ധങ്ങളിൽ നമ്മൾ ഒന്നാണെങ്കിലും ആദർശപരമായി രണ്ടായി തന്നെ നിൽക്കുന്ന ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഈ നാട്ടിലെ മറ്റു മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മുജാഹിദുകൾ, അതിൻ്റെ ഉള്ളിലുള്ള വകതിരിവുകളൊന്നും ആരും അറിയില്ല, ഒക്കെ മുജാഹിദുകളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ കലിമത്തു തൗഹീദിൻ്റെ ആദർശമനുസരിച്ച് ബിദ്അത്തുകളിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്തി സുന്നത്തിൻ്റെ വഴിയിലേക്ക് തിരിച്ചു വിളിക്കുന്ന മുജാഹിദുകൾ, അതിൻ്റെ ഉള്ളിലുള്ള ആ അക്ഷരങ്ങളുടെ ഉള്ളിലുള്ള ആ ഭിന്നതകളെയോ അല്ലെങ്കിൽ വിഭാഗീയതകളോ അല്ല ആളുകൾ മൊത്തം കാണുന്നത് തൗഹീദിൻ്റെ അനുയായികൾ എന്നാണ്. ഈ തൗഹീദിൻ്റെ അനുയായികളുടെ വലിപ്പം, അവരുടെ ശക്തി, ഏതു തരത്തിലുള്ള ശക്തി, മറ്റുള്ളവരെ മേക്കെട്ട് കയറാനുള്ള ശക്തിയല്ല, ആദർശത്തിൻ്റെ വിശുദ്ധി. അത് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് എൻ്റെ ചുരുങ്ങിയ ഈ സന്ദർഭത്തിൽ നിങ്ങളോടും എന്നോടും പറയാനുള്ള ഒന്നാമത്തെ സന്ദേശം. എന്തുകൊണ്ടെന്നാൽ ഒരു പാർട്ടിയല്ല നമ്മളെ നയിക്കേണ്ടത്. പാർട്ടി സംഘടന, ഇപ്പോൾ നദുവത്തുൽ മുജാഹിദീൻ അല്ലെങ്കിൽ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ, കുറേ ആളുകൾ ആ ഒരു ദഅവത്തിൻ്റെ ആ ഒരു കൂട്ടായ്മയിലാണ് പ്രവർത്തിക്കുന്നത്. എല്ലാവർക്കും അറിയാം, ഇവിടെ മറച്ചൊക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഏത് വിഭാഗമായിരുന്നു, ഇനിയിപ്പോൾ മറ്റുള്ള മതവിഭാഗ സംഘടനകളൊക്കെ ആയിരുന്നാലും അള്ളാഹു നമ്മളോട് മരിച്ചു ചെല്ലുമ്പോൾ ആദ്യത്തെ വീടതാണല്ലോ. ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന വീട് കഴിഞ്ഞാൽ അടുത്ത വീട് മാറ്റം, ഒരുപക്ഷെ അടുത്ത പറമ്പിൽ ഒരു പുതിയ വീടുണ്ടാക്കിയേക്കാം. അതല്ല, ദുനിയാവിൽ നിന്ന് പോയാൽ ഒന്നാമത്തെ വീട് മാറ്റം ഖബറിലാണ്. ആ ഖബറിൽ വെച്ച് അള്ളാഹു ചോദിക്കുക, നീ ഏത് പാർട്ടിക്കാരനാണ് എന്നല്ല, നീ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ മെമ്പറായി വന്ന ആളാണോ, നദുവത്തുൽ മുജാഹിദീൻ്റെ മെമ്പറാണോ, സമസ്തയിലെ ഇന്ന വിഭാഗത്തിൽപ്പെട്ട ആളാണോ, അതല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ ഇന്ന സമൂഹത്തിലാണോ നീ ഉള്ളത്. ഇതൊന്നും അള്ളാഹു നമ്മളോട് ചോദിക്കൂല. നമ്മളോട് ചോദിക്കുന്നത് പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു ആരാണ്, നിന്റെ ദീന് ഏതാണ്, നിന്റെ പ്രവാചകൻ ആരാണ് എന്നാണ്. അതാണ് ചോദിക്കുന്നത്. അതിൻ്റെ അർത്ഥം നമുക്ക് സംഘടന ആവശ്യമില്ലെന്നോ സംഘടന അനർത്ഥമാണ് എന്നോ അല്ല. അത് ആളുകളെ പറഞ്ഞ് അത് അപ്പുറത്തേക്ക് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഒരു സംഘടിത സ്വഭാവം എന്ന് പറയുന്നത്, അതൊരു പള്ളി കമ്മിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ അതിലൊരു സംഘടിത സ്വഭാവം ഉണ്ടാവും. ഇവിടെയുള്ള എടത്തനാട്ടുകരയിലെ ദാറുൽ ഖുർആൻ അല്ലെ ദാറുസ്സലാം, അതിൻ്റെ കീഴിൽ ഒരു യൂണിറ്റോ ഒരു സംഘടന ഉണ്ടെങ്കിൽ അതിലുള്ള കുറേ ആളുകൾ കൂടിയിട്ട് ഒരു റിലീഫ് കമ്മിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ അതിനൊരു കമ്മിറ്റി ഉണ്ടാവും. അത് മറ്റേയിൽ നിന്നുള്ള ഒരു തിരിച്ചുപോക്കാണെന്നോ അല്ലെങ്കിൽ ഒരു യുദ്ധപ്രഖ്യാപനമല്ല, അത് മറ്റൊരു ആവശ്യത്തിന് വേണ്ടി ഒരു കൂട്ടായ്മ. അതുപോലെ കേരളത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദ് പ്രചരിപ്പിക്കാനും യഥാർത്ഥമായ തൗഹീദ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം, നേർച്ചകളും വഴിപാടുകളും പ്രണാമങ്ങളും സുജൂദുകളും തവക്കുലുമെല്ലാം പടച്ചവനോട് മാത്രമായിരിക്കണം. അങ്ങനെയുള്ള ഒരു വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച ആ ചര്യ കഴിയുന്നത്ര ജീവിതത്തിൽ നമ്മൾ പുലർത്തുകയും അതിനെ പുറംതിരിഞ്ഞു നിൽക്കാതിരിക്കുകയും ചെയ്യണമെന്ന ആ രണ്ട് ഷഹാദത്ത് കലിമയുടെ അടിസ്ഥാനം ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും ജീവിക്കാനും ഒരു കൂട്ടായ്മ ആവശ്യമാണ്. ഒരു കൂട്ടായ്മയുടെ ആവശ്യം നമുക്കുണ്ട്. ആ കൂട്ടായ്മയാണ് നമ്മുടെ സംഘടന എന്ന് പറയുന്നത്. ആ സംഘടനയിൽ ഒരാൾ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല, എത്രയെത്ര നേതാക്കന്മാരായ ആളുകൾ നമുക്ക് കഴിഞ്ഞു പോയ, ഇന്നും നമ്മൾ ഓർക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ തന്നെ ഒരുപാട് നേതാക്കന്മാർ ഇതുപോലെ ഒരു പേരിൻ്റെ താഴെ വൈസ് ചെയർമാൻ, ചെയർമാൻ, സെക്രട്ടറി, കൺവീനർ, ഇതൊന്നും വെക്കാൻ അവർക്കൊന്നും ഉണ്ടായിരുന്നില്ല. ആ പേരിൽ അവർ അറിയപ്പെട്ടിരുന്നില്ല. പലപ്പോഴും ഏതെങ്കിലും ഒരു 2 ഉറുപ്പികയുടെ, അന്നത്തെ 1 ഉറുപ്പികൻ്റെ, 2 ഉറുപ്പികൻ്റെ, 5 ഉറുപ്പികൻ്റെ മെമ്പർഷിപ്പ് പോലും ആ നേതാക്കന്മാർക്കും പണ്ഡിതന്മാർക്കും ഉണ്ടായിരുന്നോ എന്ന് അറിഞ്ഞുകൂടാ. ഉള്ളവരുണ്ടായിട്ടുണ്ട്, ഇല്ലാത്തവരും ഉണ്ടായിരിക്കാം. ഇതല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനം.
നമ്മുടെ ആദർശമാണ്. പക്ഷേ പിൽക്കാലത്ത് അതൊരു ഒരു 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 സംഘടനാ സ്വഭാവത്തിലാക്കി മാറ്റി ആ സംഘടനയാണ് പ്രധാനം. സംഘടന എന്തു പറഞ്ഞാലും അത് ശരി. സംഘടന ഇപ്പോൾ ഒരാള് മാരിക്കാണ്, മുർത്തദ്ദാണ്, അവനെ തള്ളപ്പെടേണ്ടവനാണ്, അവനെ കൂട്ടിച്ചേർക്കാൻ പാടില്ല, അവനെ ഇമാമത്ത് നിർത്താൻ പാടില്ല, അവനെ ഖുത്ബക്ക് നിർവഹിക്കാൻ പാടില്ല, മിമ്പർമ കയറ്റാൻ പാടില്ല എന്ന് സംഘടന പറഞ്ഞാൽ എന്നാ പാടില്ല, അയാൾ ഇമാമത്ത് കണ്ട. പിന്നെ സംഘടന പറയാം അങ്ങോട്ട് നിർത്തിക്കോളി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വരാം. ഈ തരത്തിലുള്ള പൗരോഹിത്യം അത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ കുറച്ചു കാലമായി ഉണ്ടായിട്ടുണ്ട്. ഇവിടെ തലമുറകളായി ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ അമരക്കാരായി പ്രവർത്തിച്ച ഉമറാക്കളും ഉലമാക്കളും ഇവിടെ ഉണ്ടല്ലോ. ഒരു ഏകദേശം ഞങ്ങളുടെ ഒക്കെ ഇന്നിരിക്കുന്ന കുറച്ച് ആളുകളുടെയൊക്കെ ഒരു ഇത് കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് മാത്രമാണ് ഈ തരത്തിലുള്ള ഒരു പുറത്താക്കലുകളും അകത്താക്കലുകളും ഭ്രഷ്ട് കൽപ്പിക്കലുകളും ഒക്കെ നമ്മളുടെ പ്രസ്ഥാനത്തിൽ ഉണ്ടായി തുടങ്ങിയിട്ട് അടുത്ത കാലത്ത് മാത്രമാണ് ഉണ്ടായത്. ഒരു KP മുഹമ്മദ് മൗലവി റഹ്മുല്ല തുടങ്ങി, അതായത് മനുഷ്യർ വിശ്വസിച്ചിരുന്ന സത്യസന്ധരായി മനുഷ്യന്മാർക്ക് പിന്തുടരാനും മാതൃകയാക്കാനും പറ്റിയിരുന്ന ആ ആളുകൾ ഗുരുനാഥന്മാരുടെ കാലം കഴിഞ്ഞപ്പോൾ പിന്നീട് ഇതൊരു തരം പാർട്ടിയായി മാറുകയും എന്നിട്ട് ഏതോ തരത്തിലേക്ക് ഈ ആദർശ സംഘടന കുറച്ചെങ്കിലും മാറിപ്പോയിട്ടുണ്ടോ എന്നൊക്കെ നമ്മളൊന്ന് ആലോചിക്കേണ്ടത് തന്നെയാണ്. എന്തിനാണ്? ആക്ഷേപിക്കാനല്ല, നേരെ മറിച്ച് റബ്ബന ഇന്നനാ സമയന മുനാദിയൻ യുനാദി ലിൽ ഈമാനി അൻ ആമിനൂ ബിറബ്ബിക്കും ഫആമന്ന റബ്ബന ഫഗ്ഫിർ ലനാ ദുനൂബന വകഫിർ അന്നാ സയ്യിആതിന വതവഫനാ മഅൽ അബ്റാർ. ഒരു പ്രാർത്ഥനയുണ്ട് സൂറത്തു ആൽ ഇംറാനിൽ, അല്ലാഹു തആല നമ്മളെ പഠിപ്പിച്ചിട്ട്. ആ പ്രാർത്ഥനയുടെ ഒരു പൊരുളുണ്ട്. എന്താണ് ആ പൊരുളെന്നറിയാമോ? നമ്മളൊക്കെ ഇങ്ങനെ ജനിച്ച് വളർന്നു, സ്കൂളിൽ പോയി, അതൊന്നും നമുക്ക് ആദർശവും കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. ഒത്തുള്ളി പോയി, സ്കൂളിൽ പോയി, എന്തൊക്കെ പഠിച്ചു, പകുതി പഠിച്ചത് പകുതി, പഠിക്കാത്തത് പകുതി, അങ്ങനെ വളർന്ന് കുറേയൊക്കെ വലുതായി വന്നപ്പോൾ പലതും പഠിക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടി, പലതും മനസ്സിലാക്കാനുള്ള സൗകര്യങ്ങളുണ്ടായി, പലരുടെയും പ്രഭാഷണങ്ങൾ കേട്ടു, പല സംഘടനകളുടെയും പ്രവർത്തനങ്ങൾ കണ്ടും കേട്ടും നമ്മൾ അനുഭവിച്ചപ്പോൾ തരക്കടില്ല, ഇതൊരാദർശമാണ്, ഈ ആദർശത്തിൻ്റെ ഒപ്പം പ്രവർത്തിക്കാൻ പറ്റും, അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റും, അവരുടെ കൂടെ ഒരു പ്രവർത്തകനായി മാറി എൻ്റെ ജീവിതം ആ ഒരു നല്ല മാർഗത്തിലേക്ക് ആക്കാം, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടല്ലേ യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത്? പല ആളുകളും ഒരുപക്ഷെ ബാപ്പ കാരണവന്മാരായി മുജാഹിദ് പ്രസ്ഥാനം ഇങ്ങനെ വന്ന് ഇനിയിപ്പോൾ അതല്ലാതെ വേറൊന്നും കേൾക്കാത്ത ആളുകൾ ഉണ്ടായിരിക്കാം, പ്രത്യേകിച്ച് ഈ പ്രദേശത്തൊക്കെ. ജാഹിലിയത്തും ഇസ്ലാഹി പ്രസ്ഥാനം മുജാഹിദ് അല്ലാത്ത വേറൊന്നും കേൾക്കാത്ത അവരും അവരുടെ വാപ്പിയും എന്നൊക്കെ പറഞ്ഞ് ഒക്കെ ഇസ്ലാഹി പ്രസ്ഥാനം ആ പാരമ്പര്യം ഉണ്ടായിരിക്കും. പക്ഷെ ഞങ്ങളൊന്നും അങ്ങനെയല്ല. ശരിക്കും ഒരു പ്രതികൂലമായ അന്ധവിശ്വാസങ്ങളുടെ അനാചാരങ്ങളുടെ സാഹചര്യത്തിൽ വന്നവരൊക്കെ തന്നെയാണ്. പിന്നെ അങ്ങനെ പഠിച്ച് വളർന്നു വന്നപ്പോൾ നമ്മുടെ ഗുരുനാഥന്മാരിൽ നിന്നൊക്കെ കേട്ടപ്പോൾ റബ്ബന ഇന്നനാ സമയനാ മുനാദിയൻ യുനാദി ലിൽ ഈമാനി അൻ ആമിനൂ ബിറബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ വിശ്വസിക്കുക, നിങ്ങളുടെ റബ്ബിനെ കൊണ്ട് വിശ്വസിക്കുക എന്ന് വിളിച്ചു പറയുന്ന ഒരു വിളിയാളക്കാരനെ കേട്ടു റബ്ബേ ഞങ്ങൾ ഫആമന്ന, അപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചു എന്ന കൂട്ടത്തിലാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ 99% ആളുകളുള്ളത്. നമ്മളാ തിരിച്ചറിവ് നമുക്ക് വേണം. ഏതാനും ഇതുപോലെയുള്ള വളരെ പരമ്പരാഗതമായി പ്രസ്ഥാനം വളർന്നു വന്ന ഉപ്പയും വല്യാപ്പന്മാരും ഒക്കെ ഉള്ളായ ഏതാനും മഹല്ലുകൾ ഒഴിച്ചാൽ കേരളത്തിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ കൂട്ടായ്മകൾ, ശാഖകളും യൂണിറ്റുകളും പള്ളികളും സ്ഥാപനങ്ങളും മദ്രസകളിലും അതിൻ്റെ പ്രവർത്തകന്മാരും അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരുമെല്ലാം ഈ ആദർശ കൂട്ടായ്മയിലേക്ക് വന്നത് ജന്മത്തിന്റെ മഹത്വം കൊണ്ടല്ല, അവരുടെ പിതാക്കന്മാർ കൊടുത്ത കൈവരമായിരുന്നില്ല, ആകാശത്തിൽ നിന്ന് അവർക്ക് ഇറക്കിക്കൊടുത്ത ഇൽഹാമുകളായിരുന്നില്ല. നടന്നു പോകുമ്പോൾ, ബസ്സിൽ പോകുമ്പോൾ, വാഹനത്തിൽ പോകുമ്പോൾ,
വിരുന്ന് ചെന്നപ്പോൾ, അപ്പുറത്ത് വേറൊരാവശ്യത്തിന് മരിച്ചയിടത്ത് ചെന്നപ്പോൾ ചില സന്ദേശങ്ങൾ കേട്ടു, ആദർശങ്ങൾ കേട്ടു. അത് കേട്ടത് ശരിയാണ് എന്ന് തോന്നി. ആ ശരിയുടെ പിന്നാലെ കൂടണം എന്ന ഒരു സൽവിചാരമുണ്ടായി. അള്ളാഹുവിന്റെ തൗഫീക്ക് കിട്ടി. ഫആമന്നാ, അന്ന ഞങ്ങൾ വിശ്വസിച്ചു. റബ്ബന, ഞങ്ങളുടെ നാഥ, ഇന്നനാ സമിഅനാ മുനാദിയൻ യുനാദി ലിൽ ഈമാൻ, ഈമാനിലേക്ക് ഞങ്ങളെ വിളിക്കുന്ന ഒരു വലിയ ആൾക്കാരനെ ഞങ്ങൾ കേട്ടു. ഫആമന്ന, അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ചു. അങ്ങനെയാണ്. എനിക്കറിയാം ഒരുപാട് സംഭവങ്ങൾ ഇവിടെ പറയാൻ നേരമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. മലപ്പുറം ഒരു നമ്മുടെ മുജാഹിദ് പ്രവർത്തകന്മാർ ഖുത്ബ പറയുന്ന ഒരു പള്ളിയിൽ ഒരിക്കലും ഞാൻ ആ പള്ളിയിൽ കയറുകയില്ല എന്ന് ശപഥം ചെയ്ത് കട്ടായം ചെയ്ത ഒരു ഉദ്യോഗസ്ഥൻ, മലപ്പുറം ജില്ലയിലെ കലക്ടർ ഓഫീസിലെ ഏറ്റവും ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥൻ, ആ പള്ളിയിൽ ഏതായാലും കയറൂല, കാരണം അത് വഹാബികളുടേതാണ് എന്ന് കട്ടായം പറഞ്ഞിരുന്ന ഒരു മനുഷ്യൻ യാദൃച്ഛികമായി അവിടെ കയറാൻ കാരണമായി. അതൊരു ഇതിൽ എന്നാൽ ഞാൻ കുത്തുബ കഴിഞ്ഞോട്ടെ, എന്നിട്ട് അവിടെ കയറിയാൽ മതി, ആയിക്കോട്ടെ, കുത്തുബ കഴിഞ്ഞിട്ട് കയറിയാൽ മതി. ഡ്രൈവർ അയാളെ വല്ല അങ്ങനെ കൊണ്ടുപോയി കുത്തുബ കഴിയാൻ നേരത്ത്. പക്ഷേ കുത്തുബയുടെ അവസാനത്തിൽ അദ്ദേഹം കേട്ടു അത്രേ എന്തോ ഒരു 2 വാക്ക്. അതിനൊന്നും പറഞ്ഞത് ശരിയാണല്ലോ, ഓലെ പറ്റി അങ്ങനെ അയാൾ ദ്വായൊക്കെ ഉണ്ടല്ലോ, ഓല് ദ്വായിരുന്നല്ലോ, മരിച്ചു പോയവർക്കൊക്കെ വേണ്ടി ഓല് ദ്വായിരുന്നല്ലോ. അതുപോലെ അമ്പിയാക്കന്മാരുടെയും ഔലിയാക്കളുടെയും ശ്വാതാക്കളുടെയും സാലിഹ്യങ്ങളുടെയും മാർഗത്തിൽ ചേർക്കണേന്നല്ലേ നമ്മളാണ് കയറി ചെന്നപ്പോൾ അയാൾ പറഞ്ഞത്. അങ്ങനെ പറയില്ലോ ഈ വഹാബികൾ. അമ്പിയ ഔലിയാക്കന്മാരുടെയും സാലിഹ്യങ്ങളുടെയൊക്കെ മാർഗത്തിൽ ചേർക്കണേന്നിപ്പോൾ ഓല് പറയും. ഓൽക്ക് ഔലിയാക്കന്മാരിൽ വിശ്വാസമില്ല എന്നല്ലേ ഞങ്ങളൊക്കെ ഗുരുനാഥന്മാർ പറഞ്ഞത്. അതുപോലെ മരിച്ചവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കൂല എന്നല്ലേ ഓല് പ്രാർത്ഥിക്കുകയും ആ പള്ളി നാമീനൊക്കെ കേട്ടല്ലോ. ഇതിപ്പോൾ എന്താ ഇങ്ങനെ, നമ്മൾ വിചാരിച്ചതല്ലല്ലോ എന്ന് അയാൾക്ക് തോന്നി. അയാൾ ഡ്രൈവറോട് പറഞ്ഞാൽ ഇവലീ പറയേണ്ടത് ഇവരെ പറ്റി നമ്മൾ കേട്ട മാതിരി അല്ലല്ലോ, നമ്മൾ ഇവരെ പറ്റി ഇവരീ പറഞ്ഞതൊക്കെ ഈ അവസാനം നമ്മൾ ഒന്നുണ്ടാക്കുമ്പോൾ പറഞ്ഞത് അതല്ലല്ലോ. അപ്പോൾ ഡ്രൈവർ പറഞ്ഞു, എന്നാൽ നമ്മൾ അടുത്ത ആഴ്ച കുറച്ച് നേരത്തെ പോയി വെക്കുക. അടുത്ത ആഴ്ച നേരത്തെ പോയി അതങ്ങനെ കേട്ട് നോക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നി ഞാൻ വഴികേടിലായിരുന്നു, ഞാൻ തെറ്റിലായിരുന്നു. പിൽക്കാലത്ത് അദ്ദേഹം ഒരു ജില്ലയുടെ സെക്രട്ടറി, KNMന്റെ സെക്രട്ടറിയായി വളർന്നു, വലുതായി. ഇന്നും അദ്ദേഹം സ്വന്തമായി മസ്ജിദ് ഉണ്ടാക്കി പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ ജന്മന നമ്മളുടെ റിസർച്ച് കൊണ്ട് കിട്ടിയതൊന്നുമല്ല ഈ ആദർശം. പിന്നെ എവിടുന്നോ ഒരു കുത്തുബ കേട്ടു, എവിടുന്നോ ഒരു വയല് കേട്ടു, അതിലങ്ങനെ പോയി. സഹോദരന്മാരെ, ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഒരു പിന്നെ പലപ്പോഴും പലയിടത്തും പറയുന്ന ഒരു സംഭവമാണ്. UAE-യിൽ ഒരു എയർപോർട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചങ്ങാതി ഒരു സഹോദരൻ കൊണ്ടുവന്നിട്ട് എൻ്റെ അടുത്ത് CD തന്നു. നിങ്ങൾ എവിടെ ചോദിച്ചാൽ അപ്പോൾ ഞാൻ കോഴിക്കോട്ട് കാണും. ഞാനും കോഴിക്കോട്ടേക്ക് തന്നെയാണ്. ഞങ്ങളിങ്ങനെ കുറച്ച് നേരം ഇരുന്നു. അയാൾ എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കടങ്ങണിട്ട് എന്നെ നോക്കി, പിന്നെ ഒന്നുകൂടി നോക്കി, പിന്നെ അയാൾ ഇങ്ങനെ ഇരുന്നു, പിന്നെ കുറച്ചുകൂടി നോക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ തരക്കിടില്ല, പാകുണ്ട് എന്ന് കണ്ടപ്പോൾ അയാൾ ബാഗിൽ നിന്ന് ഒരു CD എടുത്ത്, ഇത് നിങ്ങൾ കൊണ്ടുപോയിക്കോളി, കുട്ടിയൊക്കെ ഒന്ന് കൊടുത്തോളിയാണ്. അപ്പോൾ ഞാൻ എന്താ ഇത്, അത് ഞങ്ങളിവിടെ ഒരു ഹുസൈൻ സലഫി പറഞ്ഞ ഒരാളുണ്ട്, അയാളെ ഒരു പ്രസംഗമാണ് കേട്ടെടുത്തത്. അപ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ അടുത്ത് ഉണ്ടാവും അതൊക്കെ, അല്ല നിങ്ങൾ കേട്ടാൽ നല്ലതാണ് കേൾക്കണ്ടാവും. അപ്പോൾ ഞാൻ വാങ്ങിൻ്റെ ബാഗിൽ വെച്ചു. ബാഗിൽ വെച്ച് പിന്നെ അങ്ങനെയാണെങ്കിൽ സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാനും ഇങ്ങനെ ഒരു പയ്യോളിക്കാരനാണ്, ഞാനിങ്ങനെ അവിടെ ഒരു ബൂഫിയ നടത്തേണ്ട ആളാണ്. ഞങ്ങളെ ബൂഫിയൻ്റെ അടുത്ത്, ഞാനൊക്കെ സുന്നിയായിരുന്നു, ഞങ്ങളെ ബൂഫിയൻ്റെ അടുത്ത് ഒരു പള്ളി ഉള്ളത് ഇദ്ദേഹത്തിൻ്റെ പള്ളിയാണ്. അപ്പോൾ അവിടുന്ന് അങ്ങൻ്റെ ജുമാക്ക് പോകാൻ പറ്റുള്ളൂ. റോട്ടുമലാണ് ഞങ്ങൾ ജുമാ കൂടൽ, കാരണം പള്ളീൻ്റെ ഉള്ളിൽ സ്ഥലം കിട്ടില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ കൂടിയപ്പോൾ ഇങ്ങനെ കേട്ട് ഇത് ശരിയാന്ന് തോന്നി. ഇപ്പം ഞാൻ എൻ്റെ ഉപ്പാനെയും ഉമ്മാനെയും എൻ്റെ ഭാര്യനെയും മക്കൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുത്ത്, നമ്മളെ നാട്ടിലൊക്കെ പഠിപ്പിച്ചു കൊടുത്ത്, ഒന്ന് നിങ്ങളും കേൾക്കട്ടെ, നിങ്ങൾക്കും ഇതുകൊണ്ടൊരു ഗുണം കിട്ടിക്കൂടായില്ല എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ അദ്ദേഹം തന്നപ്പോൾ ഞാൻ മിണ്ടാതെ വാങ്ങി, ആയിക്കോട്ടെ ഞാനൊന്ന് കേട്ടോട്ടെ അറിഞ്ഞ് ഞാൻ പോന്നു. സഹോദരന്മാർ, ഒരു മനുഷ്യൻ്റെ ഒരു അവസ്ഥ നോക്കിക്കണം, ഒരു ദൈവത്താണ്. അദ്ദേഹം കേട്ടു, അദ്ദേഹം മാറി. എന്നിട്ട് ഒരാളെയും കൂടി മാറ്റണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. അത് ഇന്നങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ തിരക്കട് ചേരി മാറാൻ പറ്റിയ ഒരാളാന്ന് തോന്നിയിട്ട് തന്നതാണ് എനിക്ക്. സത്യം പറഞ്ഞാൽ ആ ഹുസൈൻ സലഫി ഖുത്ബ പറയുന്ന പള്ളിയിൽ അതിൻ്റെ തലേ വെള്ളിയാഴ്ച ഞാനാണ് ഖുത്ബ പറഞ്ഞത്. അദ്ദേഹം വേറെ സ്ഥലത്തേക്ക് പോയപ്പോൾ അതൊന്നും ഇയാൾ മനസ്സിലാക്കിയിട്ടില്ല, അറിയില്ല. ഞാൻ അയാളോട് പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഹിദായത്ത് കിട്ടിയത്. ഇങ്ങനെയൊക്കെയല്ലേ കെട്ടിച്ചു കൊണ്ടുവന്ന മക്കൾ, നല്ല ഖുറാഫാത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് കെട്ടിക്കൊണ്ടുവന്ന പെൺകുട്ടികളെ വല്യമാൻ്റെ അമ്മായിമാൻ്റെ ഒക്കെ കൂടെ ജുമാക്കാണ് കൊണ്ടുപോയിട്ട് മാറിയിട്ട് എത്ര മാറ്റങ്ങളുണ്ടായ സന്ദർഭങ്ങളുണ്ട്. അങ്ങനെ മാറിയതാണ് നമ്മൾ. അങ്ങനെ മാറിയിട്ട് ഇനി എന്താണ് അതിൻ്റെ 2ാം ഘട്ടം? റബ്ബനാ ഫആമന്നാ റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ. ഇനി അങ്ങനെ മാറിയ നമ്മളെ സംബന്ധിച്ചിടത്തോളം
നമ്മളെ ജീവിതത്തിന്റെ രണ്ടാം ഘട്ടം എന്താണ്? ഈ പ്രാർത്ഥന നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മളെ കഴിഞ്ഞ കാലത്ത് ചെയ്തു പോയ പാപങ്ങൾ നമുക്ക് അല്ലാഹു തആല പുറത്തു കിട്ടണം. അതിനനുസരിച്ച് നമ്മൾ മാറണം, പശ്ചാത്തപിക്കണം, ജീവിക്കണം, ദീനിലേക്ക് വരണം. നമ്മിൽ നിന്ന് കഴിഞ്ഞ കാല ജീവിതത്തിൽ എന്തൊക്കെ അപാകതകൾ ഉണ്ടായിട്ടുണ്ടോ ആ അപാകതകൾ തിരുത്തി പശ്ചാത്തപിച്ച് മടങ്ങി നന്മ വർദ്ധിപ്പിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം. വല്ല കുറ്റങ്ങളും തെറ്റുകളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് തേച്ച് മായ്ച്ച് ശുദ്ധീകരിച്ച് കിട്ടണം. പടച്ചവനോട് നമ്മൾ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. എന്നിട്ടോ ഇനി മരിച്ചു പോകുമ്പോ മെമ്പർഷിപ്പോടുകൂടി മരിച്ചു പോകണമേ എന്നല്ല, മാൽ അബ്റാർ പുണ്യവാളന്മാരുടെ കൂടെ നന്മ ചെയ്ത ഉലൈകല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, ആ അബ്റാറിന്റെ കൂടെ മരിക്കാനുള്ള അവസരമുണ്ടാവണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതാണ് ഒരു മനുഷ്യന്റെ പ്രാർത്ഥന ഉണ്ടായിരിക്കേണ്ടത്. ഈ പ്രാർത്ഥനന്റെ ഉള്ളിൽ നമ്മുടെ സംഘടനയും പാർട്ടിയും പ്രവർത്തനങ്ങളും വന്നാൽ ആ സംഘടന നമുക്കാവാം, ആ പാർട്ടി നമുക്കാവാം, ആ ശൈലി നമുക്കാവാം. ഈ ഒരു അവസ്ഥക്ക് അപ്പുറത്തേക്കാണ് നമ്മുടെ പാർട്ടിയും സംഘടനയും പോകുന്നതെങ്കിൽ നമുക്ക് അബ്റാറിന്റെ കൂടെ ജീവിക്കാനുള്ള ഒരിതിലേക്ക്, ഒരു മാർഗത്തിലേക്ക് വരണം എന്ന ഒരു ചിന്തയാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത്. അതാണ് ഇസ്ലാഹി പ്രസ്ഥാനം ജനങ്ങളോട് പഠിപ്പിച്ചത്. നിങ്ങൾ ഇതിൽ തന്നെ ഞങ്ങളുടെ നേതൃത്വത്തിന്റെ കീഴിൽ മാത്രം നിന്നാൽ ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കുമെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പുച്ഛിച്ചു തള്ളാനുള്ള ഒരു ശക്തി ഇസ്ലാഹി പ്രസ്ഥാനം നമ്മൾ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. വല്ല നിലത്തിനും എന്നെ വിളിപ്പോർക്ക് വായ്കൂട ഉത്തിരം ചെയ്യും ഞാൻ എന്നോവർ എന്ന മാലപ്പാട്ടിൽ കൂടി എൻ്റെ കൂടെ ജീവിച്ചാൽ എൻ്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എല്ലാവർക്കും നല്ലവൻ ഞാനെന്ന് ചെന്നോവർ എന്ന ആ വരികളെ തട്ടിമാറ്റി അതിനെ തീ കൊടുത്ത്, തീപ്പെട്ടിക്കൊള്ളി ഉരസി തീ കൊടുത്ത്, ഞങ്ങളുടെ നാട്ടിലെ വീണാലക്കൽ വെച്ച് മൊയ്തീൻ മാലയുടെ ഏടുകൾക്ക് തീ കൊടുത്തിട്ടാണ് അബ്ദുറഹ്മാൻ മൗലവി ഇങ്ങോട്ട് ഇറങ്ങിത്തിരിച്ച് ഹിജ്റ പോയത്. ആ ജാതി പൗരോഹിത്യവും ആ ജാതി ഞങ്ങൾ രക്ഷിക്കും എന്നൊന്നും പറയുന്ന ആ രക്ഷക്കൊന്നും ഇസ്ലാഹി പ്രസ്ഥാനം ആർക്കും വില കൊടുത്തിട്ടില്ല. ഇനിയും നമ്മൾ വില കൊടുക്കേണ്ടതില്ല. ആദർശത്തിനെ നമ്മൾ വില കൊടുക്കേണ്ടതുള്ളൂ. ആളുകൾ അവിശ്വാസത്തിലാണ്. ഒരു കൂട്ടർ ഒരു കാലം വരുമ്പോ, ഒരു സീസൺ വരുമ്പോ ഇങ്ങളൊക്കെ അവിശ്വാസികളാണ്, നമ്മൾ ഒഴിവാക്കിയിരിക്കുന്നു, പുറത്താക്കിയിരിക്കുന്നു, തള്ളിയിരിക്കുന്നു, ഇനി മുതൽ നിങ്ങൾ അവിശ്വാസികളായിട്ട് നമ്മൾ പ്രഖ്യാപിക്കുന്നു, ജിന്നിനെ ആരാധിക്കുന്നു. അതിന്റെ മുമ്പ് 12-14 കൊല്ലം മുമ്പ് വേറൊരു കൂട്ടരെ ആരാധിക്കുന്നവരായി തള്ളി. എന്നിട്ട് പിന്നെ അവസാനം ഇപ്പൊ അവരെ വിശ്വാസികളായി തിരിച്ചെടുത്തു. ഇപ്പൊ അവരെ ജിന്നുകളെ ആരാധിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തള്ളി. ഇജാതി പൗരോഹിത്യത്തിന്റെ പിന്നാലെ ഇസ്ലാഹി പ്രസ്ഥാനം പോകണമോ എന്ന് ഒന്ന് ശാന്തമായി നമ്മൾ ചിന്തിക്കണം. ആരോടും വേണ്ടിയിട്ടല്ല. ഇതൊരു പാർട്ടിയായി പിൽക്കാലത്ത് മാറി. ഇതൊരു പാർട്ടിയായി മാറി. ഇസ്ലാഹി പ്രസ്ഥാനം ഖുർആനിൽ എന്തുണ്ടോ, നബിചര്യയിൽ എന്തുണ്ടോ, സുന്നത്തിൽ എന്തുണ്ടോ, അതിനെ പൂർവികരായ സഹാബത്ത് എങ്ങനെ മനസ്സിലാക്കിയോ അത് നമ്മുടെ മനസ്സിൽ കൊണ്ടാലും ഇല്ലെങ്കിലും അത് മനസ്സിലാക്കുന്ന ഒരു ശൈലിയായിരുന്നു ഇസ്ലാഹി പ്രസ്ഥാനം ഏത് കാലഘട്ടത്തിൽ സ്വീകരിച്ചത്. ആ കാലഘട്ടത്തിൽ നിന്നൊക്കെ അങ്ങനെ മാറി. ഓരോരുത്തരും എന്തെല്ലാം ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിലെ ഒരുപാട് കാര്യങ്ങളെ, വിശ്വാസപരമായ കാര്യങ്ങളിൽ, അതുപോലെ ഹദീസുകളിൽ വന്ന ആചാരപരമായ കാര്യങ്ങളിൽ ബുദ്ധിക്കനുസരിച്ച് വ്യാഖ്യാനിക്കുകയും ആ പൂർവികന്മാരുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് ചിന്തിക്കുകയും ഒരു അതിചിന്ത അല്ലെങ്കിൽ ഒരു അത്യാചാരത്തോടുകൂടി പലതിനെയും വിശ്വാസപരമായ കാര്യങ്ങളെ വ്യാഖ്യാനിക്കുകയും വല്ലാതെ ദുർവ്യാഖ്യാനിക്കുകയും ചെയ്ത ആളുകൾ, ഗുരുനാഥന്മാർ, വലിയ വലിയ പണ്ഡിതന്മാർ, ആദരണീയരായ ആളുകൾ, ദിഗന്ധങ്ങൾ, പാണ്ഡിത്യം കൊണ്ട് നിറഞ്ഞു നിന്നിരുന്ന ഒരുപാട് മഹാന്മാരായ ആളുകൾ, അവരെയൊക്കെ നമ്മൾ മാറ്റി നിർത്തിയത് എന്തിനാണ്? അവരുടെ വ്യക്തിത്വം വലുതാകാത്തതുകൊണ്ടുള്ള പേരുകൾ ഞാൻ പറയുന്നില്ല. അവരുടെ വ്യക്തിത്വങ്ങൾക്ക് വലിപ്പമില്ലാത്തത് കൊണ്ടല്ല, അവരുടെ പാണ്ഡിത്യത്തിൽ കുറവ് വന്നത് കൊണ്ടല്ല, അവരുടെ മഹത്വങ്ങളെ ആളുകൾ പ്രകീർത്തിക്കപ്പെടാത്തത് കൊണ്ടല്ല. പിന്നെ എന്താണ്? അവർക്ക് മുഅ്ജിസത്തിൽ വിശ്വാസമില്ല. ഹദീസുകളെ സംബന്ധിച്ചിടത്തോളം അവർ തള്ളിപ്പറയുന്നു. അവർ ഹദീസുകളെ തള്ളിപ്പറയുന്നു. അവർ ഖുർആനിനെ സ്വന്തമായി വ്യാഖ്യാനിക്കുന്നു. ഇതുകൊണ്ടാണ് ഒരു തരം ഇസങ്ങൾ, പുതിയ പുതിയ ചേകനൂരിസം പോലെയുള്ള
ആദർശത്തിൽ വെള്ളം ചേർത്തപ്പോൾ ഇസ്ലാഹി പ്രസ്ഥാനം അങ്ങനെയുള്ള വലിയ വലിയവരുണ്ടായിട്ട് പോലും വലിയവരെ തൽക്കാലം ആദരപൂർവ്വം അവിടെ വെച്ച് ഈ പ്രസ്ഥാനവുമായി നമ്മൾ മുന്നോട്ട് പോയത്. ആ ഒരു ആദർശ കൂട്ടായ്മ, ആ ഒരു കൂട്ടായ്മയിൽ വീണ്ടും അത്യാചാരങ്ങളും ദുർവ്യാഖ്യാനങ്ങളും അനാവശ്യമായ വിശ്വാസത്തെ പോലും ബാധിക്കുന്ന തരത്തിലുള്ള ബുദ്ധിക്കനുസരിച്ചുള്ള ചിന്തകളും താൽക്കാലികമായ വ്യാഖ്യാനങ്ങളുമൊക്കെ കടന്നുകൂടുന്നു എന്ന് തോന്നിത്തുടങ്ങുമ്പോൾ നമ്മുടെ പണ്ഡിതന്മാർ അപ്പോൾ തന്നെ മുളയിൽ അത് നുള്ളുകയും അത് വേണ്ട, ആ പൂർവികരായി കാലാകാലങ്ങളായി റസൂലും സഹാബത്തും സലഫു സാലിഹീങ്ങളും അവിടുന്ന് അങ്ങനെ പോന്നിട്ട് ഇമാം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുല്ലാ, ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ അങ്ങനെ തിരിച്ചു പോന്ന് നമ്മുടെ ഒരു പാരമ്പര്യം ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മഹുല്ലാ, ആ ഒരു പാരമ്പര്യത്തെ നമ്മൾ അന്ന് റസൂലുള്ള മുതൽ ആ ഹിറാ ഗുഹ മുതൽ ഇപ്പുറത്തേക്ക് നമ്മൾ കേരള ജമിയത്തുൽ ഉലമ, കേരള നദുവത്തുൽ മുജാഹിദീൻ, ആ ഒരു ശ്രേണി ഇങ്ങനെ വന്നിട്ട് നമ്മളൊരു പരമ്പര പറയാറുണ്ടായിരുന്നു. ഇത് പാരമ്പര്യത്തിന് വേണ്ടി പറഞ്ഞതല്ല, ആദർശത്തെ അള്ളി റസൂലും പഠിപ്പിച്ചത് എങ്ങനെയാണോ അതനുസരിച്ച് വിശ്വാസത്തിൻ്റെയും കർമ്മത്തിൻ്റെയും രീതി വ്യാഖ്യാനിക്കാവൂ എന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് വിട്ടിട്ട് നമ്മൾക്ക് ആദർശത്തെ വെറുതെ അനാവശ്യമായ ദുർവ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കി ഹദീസുകളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളിൽ വിശ്വാസമില്ലാതെയാക്കി പുതിയ പുതിയ വ്യാഖ്യാനങ്ങളും പുതിയ പുതിയ നിർവചനങ്ങളും ഉണ്ടാക്കി പോകുന്ന ഒരവസ്ഥ വന്നപ്പോൾ അരും തുറന്നു പറയുന്നു എന്ന് മാത്രമാണ്. അത് വിഷ്ണം മാത്രമല്ല, ഒരുപാട് ആളുകൾ നിങ്ങളുടെ ഈ വ്യാഖ്യാനം ചെയ്യല്ല, അങ്ങനെ പോകാൻ പാടില്ല എന്ന് പറയുന്നു. ഇതിൻ്റെ അപ്പുറം ഒരു അനൈക്യത്തിൻ്റെയോ ഒരു അപകടത്തിൻ്റെയോ വിത്തില്ല ഇവിടെ. അല്ലാതെ ഇപ്പം നമ്മൾ ഇങ്ങനെ പറയണം, അപ്പം നമ്മൾ അങ്ങനെ പിന്നീട് നമുക്ക് അങ്ങനെ പറയാം, അതൊന്നും ശരിയല്ല. അതൊരു ദീനിലുള്ളതല്ല, അതൊരു പാർട്ടിയുടേതാണ്. അങ്ങനെ ഒരു പാർട്ടി ആയിക്കൂടാ ഇസ്ലാഹി പ്രസ്ഥാനം എന്നതാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് സഹോദരന്മാരെ, വെറുതെ അപ്പോൾ അങ്ങനെ തർക്കങ്ങളും ബഹളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ മനസ്സ് കടുത്തു പോകരുത്. വലായികുനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ ഫതാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും വകസീറു മിൻഹും ഫാസിഖൂൻ എന്ന് പറഞ്ഞല്ലോ. അലം യഅ്നി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ്. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിയേറി പാർത്ത് ആ 4 വർഷം കഴിഞ്ഞ സമയത്താണ് ഈ ആയത്തിറങ്ങുന്നത് എന്നൊക്കെ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞത് കാണാം. എന്താണത്? അലം യഅ്നി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാ. സത്യവിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് വിനയപ്പെട്ട് അഹങ്കാരങ്ങൾ ഒഴിവാക്കി, ആ തൻപോരിമകൾ ഒഴിവാക്കി, അതുപോലെ ദുർവാസികൾ ഒഴിവാക്കി വിനയത്തോടുകൂടി അള്ളാന്റെ മാർഗത്തിലേക്ക് വരാൻ സമയമായില്ലേ? അപ്പൊ സഹാബിമാർക്ക്, ആ കാലഘട്ടത്തിലെ സഹാബിമാർക്ക് അത് ഉണ്ട് എന്നുള്ളതല്ല, അതൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷേ അങ്ങനെ ആദ്യം തന്നെയാണ് പറഞ്ഞിടുകയാണ് അല്ലാഹു തആല. എല്ലാ നിലക്കും വിനയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് തിരിച്ചു വരാൻ സമയമായില്ലേ? വലാ യകൂനു കല്ലദീന വമാ നസല മിനൽ ഹഖ്. അള്ളാഹുവിന്റെ മാർഗത്തിലേക്കും അള്ളാഹു ഇറക്കി തന്ന ഹക്കിലേക്കും തിരിച്ചു വരാൻ നേരമായില്ലേ? വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ. മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരെ പോലെ ആവാതിരിക്കാനും സമയമായില്ലേ? ഫതാല അലൈഹിമുൽ അമദ്. അവർക്ക് കാലം ദീർഘിച്ചപ്പോൾ ഫഖസത്ത് ഖുലൂബുഹും, ഹൃദയം കടുത്തുപോയി എന്ന് ഖുർആൻ പറഞ്ഞൊരു വിഭാഗം. എന്ന് പറഞ്ഞാൽ മൂസാ നബി അലൈഹി സ്വലാം വന്നു, ഈസാ നബി അലൈഹി സ്വലാം വന്നു, വേദഗ്രന്ഥങ്ങളൊക്കെ കിട്ടി, അതിനനുസരിച്ച് ജീവിച്ച് വളർന്ന് പഠിച്ച് വലുതായി. പിന്നെ ഇങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഒരു മടുപ്പ്, അതെന്നെ എങ്ങനെ പറയാനേ, പണ്ടത്തെ കാലത്ത് തന്നെ എങ്ങനെ പറയാം, പഴയത് തന്നെ എങ്ങനെ ആവർത്തിച്ച് പറയണോ, കുറച്ചൊക്കെ വേണ്ടേന്നൊക്കെ പറഞ്ഞ് കൂടുതൽ ഇങ്ങനെ പുതിയതൊക്കെ പറഞ്ഞ് അടിസ്ഥാനത്തിൽ നിന്ന് തെറ്റിപ്പോകുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് വരരുത്. വിനയത്തോടുകൂടി ആ പ്രമാണത്തിലേക്ക് തന്നെ, അടിസ്ഥാനത്തിലേക്ക് തന്നെ വരണമെന്ന് അല്ലാഹു തആല മനുഷ്യരോട് പറയുന്നുണ്ട്. ആ ഒരു വിനയത്തിൻ്റെ ഭാവം നമുക്കുണ്ടാവണം. അതാ വിനയത്തിൽ വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു. നിങ്ങൾ ഭിന്നിക്കരുത്. ഈ കാലഘട്ടത്തിൽ, ഇന്നത്തെ ആ ഗതകാല ഇന്ത്യൻ സാഹചര്യത്തിൽ മുസ്ലിം സമൂഹം
ഒന്നിക്കേണ്ട സമയമാണ്. എന്തിനാറിഞ്ഞാൽ വേറെയുള്ള പോലെ അടിക്കാനും തല്ലാനും ശക്തി ഉണ്ടാക്കാനൊന്നും അല്ല. നേരെ മറിച്ച് നമ്മളൊക്കെ ഒന്നിച്ച് നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ രാജ്യത്തിൻ്റെ പൊതു പ്രശ്നങ്ങൾ, അതിനുവേണ്ടി രാജ്യം ഭാരതീയർ ഒന്നിക്കണം. നമ്മളെ കേരളത്തിൻ്റെ അവകാശങ്ങൾ കേരളക്കാരൊന്നിക്കണം, നമ്മളെ മലപ്പുറം ജില്ലക്കാരൊന്നിക്കണം, പാലക്കാട് ജില്ലക്കാരൊന്നിക്കണം, അവരുടെ ജില്ലാപരമായ കാര്യങ്ങൾ. അതുപോലെ നമ്മുടെ ഗ്രാമത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഗ്രാമത്തിലെ ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനും ഒക്കെ ഒന്നിക്കണം. നമ്മുടെ സമുദായത്തിൻ്റെ പൊതുകാര്യങ്ങൾക്ക് വേണ്ടി മുസ്ലിങ്ങൾ ഒന്നിക്കണം. ആ ഒന്നിപ്പിൻ്റെ കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഈ ഇരിക്കുന്ന ആളുകളൊക്കെ തന്നെ പല സന്ദർഭങ്ങളിലും ഇതുപോലെയുള്ള ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും മതമുള്ളവനും മതമില്ലാത്തവനും ഒന്നിച്ചു കൂടുന്ന ഓരോ വേദികളിലും ഒന്നിച്ച് ഐക്യപ്പെടേണ്ട സന്ദർഭങ്ങളിൽ, ആവശ്യം വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ഒന്നിക്കാറുണ്ട്, ഒന്നിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും ഏത് മതസംഘടനകളുമായോ സാമുദായിക സംഘടനകളുമായോ അല്ലെങ്കിൽ മറ്റു മതവിശ്വാസികളുടെ സാംസ്കാരിക സംഘടനകളുമായോ നമുക്ക് പറ്റാവുന്ന ഒരു ദീനിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഒന്നിക്കുകയും ഒന്നിക്കാൻ വേണ്ടി രാഷ്ട്രീയത്തിലുമൊക്കെ നമ്മൾ ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടവരാണ്, അത് നിലനിർത്തേണ്ടവരാണ്. പക്ഷേ നമ്മളൊക്കെ ഒന്നിക്കുമ്പോൾ, മറ്റു സമുദായങ്ങളുമായും ഒക്കെ ഒന്നിക്കുമ്പോൾ നമ്മുടെ വിശ്വാസവും നമ്മുടെ ആചാരങ്ങളും നമ്മൾ കളഞ്ഞു കുടിക്കരുത്. മുസ്ലിമീങ്ങൾ ഒന്നിക്കുമ്പോൾ വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമിയ, അള്ളാന്റെ കയർമലാണ് നമ്മൾ ഒന്നിക്കേണ്ടത്. വലാ തഫറഖു, നിങ്ങൾ തെറ്റരുത്, നിങ്ങൾ കലഹിക്കരുത്, ഭിന്നിക്കരുത് എന്ന് പറയുന്നത് വലാ തഫറഖു മാത്രമല്ല, ഭിന്നിക്കരുത്, പിന്നെ ഒന്നിക്കണം. എന്തിന്മേൽ ഒന്നിക്കണം? അള്ളാന്റെ കയറിന്മേലാണ് ഒന്നിക്കേണ്ടത്, താൽക്കാലികമായ ഒരു ഒന്നിപ്പല്ല. ആ ഒരു കയർ ഏതാണ്? ഹബ്ലുല്ലാഹിൽ മംദൂദു മിനസ് സമാഇ ഇലൽ അർള്, ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നീട്ടപ്പെട്ട ഒരു കയറുണ്ട്. ആ കയറിൽ നിങ്ങൾ ഒന്നിക്കണം. ഏതാണ് ഹബ്ലുല്ലാഹിൽ മംദൂദു മിനസ് സമാഇ ഇലൽ അർള്? ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നീട്ടി തന്ന കയറ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആനിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു രീതി, ആ രീതിയിൽ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, നമ്മളുടെ താല്പര്യം സംരക്ഷിക്കുന്നുമെങ്കിലും ഇല്ലെങ്കിലും, നമ്മളെ ഈ ചെറിയ ബുദ്ധിക്ക് അത് അംഗീകരിക്കാൻ പറ്റുമെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ഒന്നിക്കണം. ആ നിലക്കുള്ള ഒരു ഒന്നിപ്പ്, ആ ഒരു പ്രമാണങ്ങളിലേക്കുള്ള ഒരു ഒന്നിപ്പിന് വേണ്ടി നമ്മൾ കൂടുകയും വെറും ഒരു പാർട്ടി പൗരോഹിത്യത്തിന്റെ പിന്നാലെ പോയി ഓലക്ക അതാണ് എന്നാ അതെന്നെ, ഓലക്കപ്പ ഇതായിക്കണ് അതെന്നെ, ഇപ്പൊ നമ്മൾ ഓല ഒപ്പാണ് എന്നാ ശരിയാ, നമ്മൾ ഓല ഒപ്പം കൂടി, ഇപ്പൊ നമ്മൾ ഓല എതിരാണ്, അങ്ങനൊക്കെ ഉള്ള ഇജാടി ഒരു തട്ടിക്കളിക്കലൊക്കെ നമ്മളെ ദീനിന് പാടില്ല, പ്രസ്ഥാനത്തിന് തീരും പാടില്ല, നമ്മുടെ പാരമ്പര്യവും അതല്ല എന്നെങ്കിലും പറഞ്ഞു കൊടുക്കാൻ ഇന്നാട്ടിലെ കാരണവന്മാർക്ക് കഴിയണം. ആ പ്രസ്ഥാനത്തിന്റെ ആദർശത്തിന്റെ ഒരു നൂറ്റാണ്ട് കാലത്തിന്റെ മഹിതമായ ആ പാരമ്പര്യം നമ്മൾ ആളുകളെ പഠിപ്പിച്ചു കൊടുക്കാനും, പലപ്പോഴും പറഞ്ഞു കൊടുക്കപ്പെടേണ്ടവർ, നമ്മളിൽ നിന്ന് കേൾക്കേണ്ടവർ എത്ര മുതിർന്നവരാണെങ്കിലും അവർക്കത് മറന്നുപോയിട്ടുണ്ടെങ്കിൽ ആ പാരമ്പര്യം മറക്കാതെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കൂട്ടായ്മയാണ് നമുക്കാവശ്യം. അതിന് ഞാൻ നമ്മുടെ നാട്ടിലെ എല്ലാ സഹോദരന്മാരോടും ആദരണീയരായ കാരണവന്മാരോടും പണ്ഡിതന്മാരോടും ഉപദേശിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഭിന്നിപ്പിൽ നിന്നും അല്ലാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിച്ച പോലെ ഇഹ്ദിനി ലിമഖ്തുലിഫ ഫീഹി മിനൽ ഹഖ് ഇന്നക തഹ്ദീ മൻ തശാഉ ഇലാ സിറാത്തി മുസ്തഖീം. നാഥ, ഞങ്ങൾക്കിടയിൽ സത്യത്തിന്റെ വിഷയത്തിൽ എവിടെയാണോ തർക്കങ്ങളുള്ളത് ആ തർക്കത്തിൽ ഹക്കിലേക്ക് ഞങ്ങളിനി വഴി കാണിക്കണമേ. ഇന്നക തഹ്ദീ മൻ തശാഉ ഇലാ സിറാത്തി മുസ്തഖീം, നീ ഉദ്ദേശിക്കുന്നവരെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് വഴി കാണിക്കുന്നവനല്ലോ അല്ലാ. നീ ഞങ്ങളെ സംഘടനകൾക്കതീതമായി തർക്കങ്ങൾക്കതീതമായി എവിടെയാണോ സത്യമുള്ളത് ആ സത്യത്തിൻ്റെ മാർഗത്തിലേക്ക് വഴി കാണിക്കണമേ എന്ന ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളും ആത്മാർത്ഥമായ പ്രാർത്ഥനകളുമാണ് സഹോദരന്മാരെ നമുക്ക് വേണ്ടത്. ആരാലും നമ്മൾ വഞ്ചിക്കപ്പെടരുത്. ആരും നമ്മളെ പരലോകത്ത് കൂട്ടിക്കൊണ്ടുപോവുകയില്ല. നമ്മൾ ഒറ്റക്കായിരിക്കും പരലോകത്തുണ്ടായിരിക്കുക എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു തആല നേര് മനസ്സിലാക്കി നേരിൻ്റെ കൂട്ടായ്മ എവിടെയാണുള്ളതെങ്കിൽ ആ കൂട്ടായ്മയിലേക്ക് പോകാൻ, അതിൽ ഉൾക്കൊള്ളാൻ, അതനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീക്ക് തമ്പുരാനെ ഞങ്ങൾക്കും നീ തരേണമേ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ
വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.